കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതായത് നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് തുടക്കം. ഈ വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതിയാണ് സിനിമ റിലീസിനായിട്ട് എത്തുന്നത്. ഇനി 3 ദിവസം കൂടെയുള്ള ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു റിലീസിങ് ട്രailer പുറത്തിറങ്ങിയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ട്രailer, ഒരു ഡ്രാമ ത്രില്ലർ സിനിമയായിട്ട് എനിക്ക് ആ ഒരു ട്രailer കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ട്രailerന്റെ റിയാക്ഷൻ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സുമായിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്. നീ ഒരു സുഡാപ്പിയാണ്, നീ അല്ലെങ്കിൽ ഇതൊക്കെ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഇന്ന് ഈ ഒരു വാർത്ത പെടുന്നത്. തുടക്കം തന്നെ ഒടുക്കമാകും, ജിഹാദി മോളുടെ സിനിമ കാണില്ല, വിസ്മയ മോഹൻലാലിൻ്റെ സിനിമയ്ക്കെതിരെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ. സത്യത്തിൽ ആരാണ് ഇത്തരം ക്യാമ്പയിനുകൾ ചെയ്യുന്നത്? അതായത് ഈ കഴിഞ്ഞ ദിവസം വിസ്മയ മോഹൻലാൽ ജന്തർ മന്ദിറിൽ സമരം ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ലാലേട്ടൻ്റെ വാലി തൂങ്ങി നടക്കുന്ന, അദ്ദേഹത്തിൻ്റെ 2 സിനിമകൾ ചെയ്തിട്ടുള്ള, ലാലേട്ടൻ്റെ കുടുംബവുമായിട്ട് അത്രയും അടുത്ത ബന്ധമാണെന്ന് പറയുന്ന ഈ ഒരു മാമനുണ്ടല്ലോ, ഒരു എക്സ് മിലിറ്ററി മാമൻ വിസ്മയെ കുറിച്ചിട്ട് ഒരു കമൻ്റ് ഇട്ടു. ആ കമൻറ്റ് വളരെ മോശമായിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു. കാരണം ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് സംഘപരിവാറിനെതിരാണ് എന്ന് ഇയാളങ്ങ് വിചാരിച്ചു. എന്നിട്ട് ഇതുവരെ ലാലേട്ടൻ ഇതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇപ്പം ലാലേട്ടനെ വെച്ച് 2 സിനിമകൾ ചെയ്യാൻ പോകുന്നുള്ള വാർത്തകൾ വന്നായിരുന്നു അല്ലേ? അപ്പോൾ ആ സിനിമകളെല്ലാം ഇയാളങ്ങോട്ട് നിർത്തി വെച്ചു. കാരണം ഇനി ലാലേട്ടനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കമൻറ്റ് കാണുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം ഒരു ഹൈപ്പും അല്ലെങ്കിൽ ഇത്രയും അധികം ഒരു പ്രൊമോഷനും വേറെ ഇല്ല എന്ന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ സിനിമയെ സംഘപരിവാർ എതിർക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരു വിഭാഗം ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ളൊരു സപ്പോർട്ടും പിന്തുണയായിട്ട് മുന്നോട്ട് വരും. അതാണ് നമ്മൾ ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന സിനിമയിൽ കണ്ടത്. കാരണം ആ സിനിമയ്ക്കകത്ത് ആദ്യത്തെ ഒരു 30 മിനിറ്റ് ഗുജറാത്ത് കലാപം കൃത്യമായി അത് ആ സിനിമയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ ഇവിടുത്തെ ഒരു വിഭാഗം തീവ്ര സ്വഭാവമുള്ള ആളുകൾ ഈ സിനിമയ്ക്ക് എതിരെ രംഗത്ത് വന്നപ്പോൾ മറ്റൊരു വിഭാഗം സിനിമയെ അനുകൂലിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് വന്നു. ഇതാണ് നമ്മൾ ഈ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല കേട്ടോ. കുറച്ച് നാളുകളായിട്ട് സിനിമയ്ക്കകത്തേക്ക് ഇത്തരത്തിലുള്ള വിഷജീവികൾ കടന്നു കയറിയിട്ടുണ്ട്. കാരണം സിനിമയായിട്ട് പോലും കാണാൻ പറ്റാത്ത കുറച്ച് ആളുകൾ, അത് എല്ലാ വിഭാഗത്തിലും ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന വിഭാഗം ഒന്നും പറയുന്നില്ല. അപ്പം ഇത്തരം പ്രവണത ഈ സിനിമ എന്ന് പറയുന്ന ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് സംവിധാനത്തെ തകർക്കും എന്നല്ലാതെ ഇതുകൊണ്ട് വേറൊരു പ്രയോജനവും ഞാൻ കാണുന്നില്ല. അപ്പോൾ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമ ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആ സിനിമ സ്വാഭാവികമായിട്ടും നല്ല സിനിമയാണ്. പ്രേക്ഷകർ അത് കണ്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ സിനിമ വിജയിക്കും. പക്ഷെ ഇപ്പം പല ഗ്രൂപ്പുകളിലും പല സോഷ്യൽ മീഡിയയിലൊക്കെ വിസ്മയ മോഹൻലാലിൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അങ്ങ് തട്ടി അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇത് ചില ആളുകൾ ഇത് കാണുമ്പോഴത്തേക്ക് അവർ പറയും, ഞങ്ങളെന്തായാലും ഈ സിനിമ കാണും. ചില സിനിമ കാണാത്ത ആളുകൾ പോലും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളൊക്കെ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വരും. കാരണം ഇത് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അജണ്ടയാണ് കേട്ടോ. ഇതൊരു സംഘപരിവാർ അജണ്ടയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇതിനകത്തൊരു പുല്ലുമില്ല. വിസ്മയ മോഹൻലാൽ ജന്തർ മന്ദിറിൽ സമരം നടത്തിയ കുട്ടികൾക്ക് അനുകൂലമായിട്ടൊരു പ്രസ്താവന നടത്തി, ടൊവിനോ നടത്തി, അതുപോലെ മമ്മൂക്ക നടത്തി, ദുൽഖർ നടത്തി. മലയാളത്തിലുള്ള ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ആ ഒരു സംഘടനയുടെ സമരത്തെ അനുകൂലിച്ചപ്പോൾ അവർക്കാർക്കും കൊടുക്കാത്ത ഒരു വീരപരിവേഷമാണ് ഇപ്പോൾ നമ്മുടെ വിസ്മയ മോഹൻലാലിന് ഈ പറയുന്ന സൈബർ റോളികൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതിനകത്ത് ഈ ജിഹാദൊക്കെ വലിച്ചെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടാണോ ഈ വിസ്മയ ഒരു പ്രസ്താവന നടത്തിയത്? പുള്ളിക്കാരി ഇത്രയും കാലമില്ലാത്ത വിസ്മയെ ഇന്ന് ഇത്രയും പോപ്പുലർ ആക്കുന്നത് ഈ ഒരു സിനിമ റിലീസിങ്ങോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇതിനകത്തൊക്കെ വളരെ എന്താ പറയുക, കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകൾ, അല്ലെങ്കിൽ ഈ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ചില ആളുകളുണ്ടല്ലോ, അവരത് കറക്റ്റായിട്ട് അത് കണ്ടുകൊണ്ട് ഈ സിനിമയ്ക്ക് ഇതിലും നല്ലൊരു പ്രൊമോഷൻ വേറെ കൊടുക്കാനില്ല എന്ന് അവർക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള വ്യാജ പോസ്റ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. അല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഞാൻ ഒന്നും കാണുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കമൻറ്റോളികളെ, ഈ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ പോയി ആൾക്കാർ കാണും, അത് വിജയിപ്പിക്കും. എന്തായാലും ആദ്യ ഷോ ഞാൻ കാണും കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ സിനിമ ആദ്യ ഷോ തന്നെ കാണും. സിനിമ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയും. അത് സിനിമയായി കണ്ടുകൊണ്ടൊരു അഭിപ്രായമായിരിക്കും. അല്ലാതെ നീയൊക്കെ ഈ മനസ്സിൽ ചിന്തിക്കുന്ന ഈ കുത്തിത്തിരിപ്പുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവമായിട്ട് എന്തായാലും നമ്മൾ വരുന്നില്ല. നല്ല സിനിമ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതെന്ന് അഭിപ്രായം പറയും. മോശമാണെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂ പോയിന്റിൽ എനിക്കെന്താണോ തോന്നുന്നത് അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതൊരു കുത്തിത്തിരിപ്പ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ചില ക്ഷുദ്ര ശക്തികൾ കളിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കഴിഞ്ഞ 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ നിരന്തരം ഈ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള
ഈ റിട്ടയേർഡ് മേജർ മാമൻ മകളെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് ലാലേട്ടൻ ഇതുവരെ ഒരു അക്ഷരം പോലും മിണ്ടാഞ്ഞത്? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ തലയിൽ ചാണകമല്ല, നമ്മുടെ തലയിൽ തലച്ചോറായതുകൊണ്ട് നമുക്കത് പറയേണ്ടി വരും. ഇത് പറയുമ്പോഴത്തേക്ക് നീയൊക്കെ എന്ത് തന്നെ അങ്ങ് വിളിച്ചാലും ഇതാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നല്ല സിനിമയാണെങ്കിൽ വിജയിക്കട്ടെ, നല്ല സിനിമയാണെങ്കിൽ വിജയിക്കും, പ്രേക്ഷകർ വിജയിപ്പിക്കും. സിനിമ എന്തായാലും കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയും. ഞാൻ എല്ലാ സിനിമകളും കാണും, പക്ഷേ ഇവിടെ ചില ആളുകളുടെ സിനിമകൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ബുദ്ധിയോളം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും